നാദാപുരത്ത് ബിജെപി വോട്ടുമറിക്കൽ ആരോപിച്ച് ഭാസ്കരന് ബിജെപി നേതാക്കളുടെ ഭീഷണി. ഭാസ്കരൻ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകി. കായക്കൊലിൽ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായാണ് ഇപ്പോൾ പരാതി. കാറിൽ വടകരയിലെ ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ടുപോയി. ബിജെപി നേതാക്കൾ രാംദാസ് മണലേരി, മോഹനൻ എന്നിവർ ഭീഷണിപ്പെടുത്തിയതായും ഈ പരാതിയിൽ പറയുന്നുണ്ട്. PV ജോഷില ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോഷില. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ BJP പ്രവർത്തകർ നേതാക്കൾ ഉൾപ്പെടെ വോട്ടുമറിക്കാൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്ക് മുന്നിൽ എത്തി പറഞ്ഞ വ്യക്തിയാണ് ഭാസ്കരൻ. ഇതിനെ തുടർന്നാണ് ഈ നിലയ്ക്കൊരു ഭീഷണി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭീഷണിപ്പെടുത്തിയ നേതാക്കളുടെ അടക്കം പേര് വിവരങ്ങളും ഇപ്പോൾ ഈ വ്യക്തി പുറത്തു പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു? കാവ്യ, ഒരു വലിയ പ്രശ്നം തന്നെയാണ് വടകരയിൽ വോട്ട് മറിക്കുക, BJP വോട്ട് മറിക്കുക എന്നുള്ളത്. നേരത്തെ തന്നെ കോലീബി സഖ്യം കൊണ്ട് പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് വടകര. കോലീബി സഖ്യത്തെ തകർത്തുകൊണ്ടായിരുന്നു ഇടതുമുന്നണി ഒരു കാലത്ത് ഇവിടെ വിജയിച്ചു വന്നത്. അതേസമയം തന്നെ വീണ്ടും ഇത്തരത്തിൽ ഒരു കോലീബി സഖ്യം ഉണ്ടാകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചിരുന്നു. അതിന്റെ ഒരു തെളിവ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഭാസ്കരൻ ഒരു BJP പ്രവർത്തകനാണ്. നേരത്തെ അമ്പലക്കുളങ്ങര കുമാരൻ വധക്കേസിലെ മുഖ്യ സാക്ഷി കൂടിയാണ്. അത് BJP നേതാവ് അമ്പലക്കുളങ്ങര കുമാരൻ വധക്കേസിലെ മുഖ്യ സാക്ഷി കൂടിയാണ് ഭാസ്കരൻ. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് വന്നപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരനോട് തന്നെ തലേ ദിവസം, അതായത് വ്യാഴാഴ്ച രാത്രി BJP നേതാക്കൾ വന്ന് കാണുകയും ഓരോ ബൂത്തിലും 30 വോട്ട് വെച്ച് മറിക്കാൻ വേണ്ടി UDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കാൻ വേണ്ടി BJP നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കണം എന്നുമുള്ള കാര്യം ഇദ്ദേഹത്തോട് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് അവരോട്. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതാണല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്, എന്നിട്ടാണോ UDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്? അതൊന്നും ഇപ്പോൾ നമുക്ക് പ്രശ്നമല്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നുള്ളതാണ് BJP നേതാക്കൾ ഇദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു. ഈ പ്രശ്നം പിന്നീട് വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഭാസ്കരൻ തുറന്നു പറയുന്നത്. അതിന്റെ വീഡിയോ ആണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഭാസ്കരനെ BJP നേതാക്കൾ വന്ന് കാണുകയും ഭാസ്കരനെ കായക്കൂലിലെ ഒരു വീട്ടിൽ കൊണ്ടുപോവുകയും 8ഓളം ആളുകൾ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുകയും ഈ തുറന്നു പറഞ്ഞത് ആരോടാണോ അയാളെക്കുറിച്ച് മോശമായ രീതിയിൽ വീഡിയോ ഭീഷണിപ്പെടുത്തി എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഭാസ്കരൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തെ കായക്കൂലിൽ നടന്ന മർദ്ദനത്തെ തുടർന്ന് പിന്നീട് വടകരയിലെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് രാംദാസ് മണലേരി തുടങ്ങിയ മോഹനൻ മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ ഇദ്ദേഹത്തെ കാണുകയും വീണ്ടും ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ വീഡിയോ കള്ള വീഡിയോ ആണ്, വെറുതെ വ്യാജ വീഡിയോ ആണ് എന്ന് പ്രചരിപ്പിക്കാനായും അതുപോലെ തന്നെ കേസ് കൊടുക്കാനായും നിർബന്ധിക്കുകയും ഒരു പരാതി എഴുതി തയ്യാറാക്കി ഇദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും BJPക്ക് ഇത് വലിയ ഒരു അടിയാണ്. BJP പ്രവർത്തകൻ തന്നെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും വടകരയിൽ ഇത്തരത്തിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി BJP അടക്കം കൂട്ടുനിന്നു, UDFന് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. കാവ്യ, ജോഷില ഇപ്പോൾ പറഞ്ഞു നിർത്തിയിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സജീവ BJP പ്രവർത്തകനാണ് ഈ മേഖലയിൽ നിന്നും ഈ നിലയ്ക്കുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ആരോപണം ഉന്നയിച്ചു എന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഭീഷണിപ്പെടുത്താനും ഒപ്പം തന്നെ മർദ്ദനമേൽപ്പിക്കാനും തുനിഞ്ഞു എന്നുള്ളതും അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. നിർബന്ധിച്ച് പരാതി എഴുതിച്ച് ഒപ്പിടിക്കുക എന്നതടക്കമുള്ള സാഹചര്യം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാകുന്നുണ്ട്. നേതൃത്വം ഏതെങ്കിലും നിലയ്ക്ക് അത് കോൺഗ്രസിന്റെ ആയാലും BJPയുടെ ആയാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വോട്ടുമറിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? തീർച്ചയായും കാവ്യ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി BJP നേതൃത്വം ഇവിടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഇത്തരത്തിൽ വോട്ട് മറിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇത് വ്യാജ പരാതിയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പരാതിയാണ്, ഇത്തരത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവർ വാർത്താ സമ്മേളനം നടത്തി, BJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് BJP നേതൃത്വത്തെ ആകെയൊന്ന്, ഈ ഒരു വാർത്ത BJP നേതൃത്വത്തെ ആകെയൊന്ന് ആടി ഉലക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ നരിപ്പറ്റ മണ്ഡലം
പ്രസിഡന്റ് സുനിൽകുമാർ, അതുപോലെ തന്നെ BJP സംസ്ഥാന സമിതി അംഗം TK ഗോപിനാഥ് എന്നിവരാണ് വാർത്താ സമ്മേളനം വടകരയിൽ വിളിച്ചു ചേർത്തത്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇല്ലാത്തതാണ്, അതായത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നാൽ അവർക്ക് ഭാസ്കരനെ നിഷേധിക്കാനാവില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാസ്കരൻ ഒരു സജീവ BJP പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ തെളിവുകളുമുണ്ട്. അതുമാത്രമല്ല അവിടെയുള്ള നാട്ടുകാർക്കെല്ലാം അറിയാം എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം കൃത്യമായും അദ്ദേഹം പറയുന്ന ബൈറ്റ് അടക്കം ആളുകൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനും മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കാനാവാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി വീണ്ടും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് ഇത്തരത്തിൽ ഒരു വീഡിയോ നിർമ്മിക്കുകയാണ് BJP നേതൃത്വം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ഇദ്ദേഹം കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റ്യാടി പോലീസ് ഇദ്ദേഹത്തിന്റെ മൊഴി ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാവ്യ.